നിങ്ങളുടെ ഇഷ്ട പരമ്പരകളുടെ മുഴുവൻ എപ്പിസോഡുകളും ടെലികാസ്റ്റിന് ശേഷം എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ കാണൂ. ഇന്ത്യൻ ഉപഭോക്താക്കൾക്ക് മാത്രം സൗജന്യം. വ്യവസ്ഥ തെറ്റിച്ചത് അയാളല്ലേ? പറഞ്ഞില്ലേ, അയാള് ഗതികേടുകാരനാ. മനസ്സോടെയല്ല ഈ കച്ചവടത്തിൽ നിന്ന് അയാൾ പിന്മാറിയത്. വിശ്വനാഥൻ അയാളെ അതേപോലെ വരട്ടിയിട്ടുണ്ട്. അയാളും ഒരു കച്ചവടക്കാരനല്ലേ. ആലപ്പുഴയിൽ വിശ്വനാഥനെ ഉറപ്പിച്ചിട്ട് ജീവിക്കാൻ പറ്റുമോ? അവനവന്റെ സ്വസ്ഥതയും സമാധാനവും അല്ലേ എല്ലാരും നോക്കൂ. ആരുടെയും മനപ്രാക്കുള്ള കാശ് നമുക്ക് വേണ്ട. അതിന്റെ പേരില് ഒരു വാദപ്രതിവാദത്തിന് ഇവിടെ ആരുമില്ല. 100% തിരിച്ചു കൊടുക്കാൻ തന്നെയാ തീരുമാനം. പക്ഷേ എന്താ വിശാലാക്ഷി? ആ പണം ഇപ്പൊ ഞങ്ങളുടെ കയ്യിലില്ല. അല്ല വിശാലാക്ഷി എന്താ ഈ പറയണേ? ഇത്ര പെട്ടെന്ന് അതെങ്ങനെ ചെലവായി? ചിലവായതല്ല, തിരിച്ചു കൊടുത്തതാ. മാണിക്യമംഗലത്തുനിന്ന് ഞാൻ എടുത്ത പണം എന്റെ ഭർത്താവിനെ വിളിച്ചു വരുത്തി ഞാൻ തിരിച്ചു കൊടുത്തു. രജിസ്ട്രേഷൻ കഴിഞ്ഞ് മുഴുവൻ തുകയും കൈ കിട്ടിയിട്ട് തിരിച്ചു കൊടുത്താ പോരായിരുന്നു നമ്മളെ. ഞാനത് പറഞ്ഞതാ ഏട്ടാ, ഇവളത് കേട്ടില്ല. അപ്പൊ ആത്മാഭിമാനോ വലുതെന്ന് പറഞ്ഞു. അത് നശിപ്പിക്കാനാണ് ആ വിശ്വനാഥൻ ഈ കളിയൊക്കെ കളിക്കുന്നത്. എന്റെ മരുമോനായിട്ട് ഞാൻ പോയിട്ട് പറയല്ല, ഒരു കാലത്തും അവൻ ഗുണം പിടിക്കത്തില്ല. അല്ല, ഞങ്ങളുടെ വിധിയാ പരമേശ്വരൻ ചേട്ടാ ഇത്. അതിനെന്തിനാ മറ്റുള്ളവരെ ശപിക്കുന്നേ? എന്ത് വിധി? വിധി കൽപ്പിക്കാൻ മാണിക്യമംഗലത്ത് വിശ്വനാഥൻ ആരാ? ന്യായാധിപനോ അതോ ദൈവം? എന്റെ മരുമോനായിട്ട് ഞാൻ പോയിട്ട് പറയല്ല, ഒരു കാലത്തും അവൻ ഗുണം പിടിക്കത്തില്ല. അല്ല, ഞങ്ങളുടെ വിധിയാ പരമേശ്വരൻ ചേട്ടാ ഇത്. അതിനെന്തിനാ മറ്റുള്ളവരെ ശപിക്കുന്നേ? എന്ത് വിധി? വിധി കൽപ്പിക്കാൻ മാണിക്യമംഗലത്ത് വിശ്വനാഥൻ ആരാ? ന്യായാധിപനോ അതോ ദൈവോ? പണവും അധികാരവും ഉള്ളവനാ മോളെ ഇപ്പം ദൈവം. അവൻ കൽപ്പിക്കും, സാക്ഷാൽ ദൈവം പോലും അനുസരിക്കും. പാവപ്പെട്ടവന്റെ നക്കാപ്പിച്ചയിലൊന്നും ഇപ്പം ദൈവങ്ങൾക്ക് പോലും താല്പര്യമില്ല. കാണാറില്ലേ, പണ്ടത്തെ പോലെ ഒറ്റ നാണയവും കദളിപ്പഴവും കൊണ്ട് ആരും ഇപ്പം ഭഗവാനെ കാണാൻ പോകാറില്ല. മാനക്കേടാ. മിനിമം ഒരു സ്വർണ്ണ കിരീടമോ ഒരു പൊന്നോടക്കുഴലോ കാറോ ലോറിയോ വിമാനമോ ഒക്കെ വേണം ഇപ്പം നടക്കി വെച്ച് പോവാൻ. ഞങ്ങൾ ഇനി എന്ത് ചെയ്യും പരമേശ്വരൻ ചേട്ടാ? ഒരു വഴി അടഞ്ഞാൽ 9 വഴി തുറക്കുമെന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ വിശാലം? തുറക്കും, തീർച്ചയായിട്ടും തുറക്കും. ആ വഴികളും മാണിക്യമംഗലത്ത് വിശ്വനാഥൻ അടച്ചാലും അടക്കില്ല. അടക്കാതിരിക്കാനുള്ള വഴി എനിക്കറിയാം. ചേട്ടൻ ഇനി എന്തിനുള്ള പുറപ്പാടാ? വെറുതെ മാണിക്യമംഗലത്ത് പോയി ഞങ്ങൾക്ക് വേണ്ടി വഴക്കുണ്ടാക്കണ്ട. ചേട്ടൻ പറഞ്ഞാലൊന്നും വിശ്വനാഥ മുതലാളി കേൾക്കില്ല. അയാള് രണ്ടും കൽപ്പിച്ച ഞങ്ങളുടെ സർവനാശം കണ്ട് അയാൾക്ക് സമാധാനമാണ്. ഇങ്ങനെ നിരാശപ്പെടാൻ വരട്ടെ വിശാലാക്ഷി. ഒന്നും കാണാതെ ഞാൻ ഒന്നും പറയില്ലല്ലോ. പക്ഷേ ആ ഉണ്ണിത്താന്റെ അഡ്വാൻസ് നമ്മൾ എങ്ങനെ തിരിച്ചു കൊടുക്കും? സംസാരിച്ചു നോക്കാം. അതിനല്ലേ നമുക്ക് തൽക്കാലം കഴിയൂ. എല്ലാം നല്ലതായിട്ട് വരാൻ ദൈവത്തോട് പ്രാർത്ഥിക്കൂ. അല്ലാതെ ഞാൻ എന്ത് പറയാനാ? ചേട്ടാ, ഇത്തരം വന്നിട്ട് ഒരു ചായ പോലും കുടിക്കാതെ. ചായ ഒന്നും ഇപ്പൊ ഇറങ്ങില്ല വിശാലാക്ഷി. അത്രയ്ക്ക് പോയിച്ചില്ല നെഞ്ചില്. ചിലപ്പോ വിചാരിക്കും മോളുടെ കെട്ടുതാലി അറുത്താലും വേണ്ടില്ല, ഓനെ കൊന്നു കളഞ്ഞാലോ എന്ന്. എന്റെ മോള് മാത്രമല്ല, ഒരുപാട് കുടുംബങ്ങള് അതോടെ രക്ഷപ്പെടും. അത്രയ്ക്ക് നീചന, നെറിയട്ടവന, ഗുരുത്വദോഷ. ഗുണം പിടിക്കില്ല, അവൻ ഒരിക്കലും ഗുണം പിടിക്കില്ല. സാമൻ ദ്രോഹി. ഇനി നമ്മൾ എന്ത് ചെയ്യും മോളെ?
ഹലോ. ആ മോനെ, ഞാനാ പരമേശ്വരൻ നായര്. എന്താങ്ങളെ? എനിക്ക് നിന്നെ അത്യാവശ്യമായിട്ടൊന്ന് കാണണം. ഇന്നെ വേണോ? വേണം, അത്യാവശ്യം. ആ കുടുംബത്തോട് നിങ്ങൾ കാണിക്കുന്നതേ വല്ലാത്ത നീതികേടാ. ശത്രുക്കളെ പോലും ഇങ്ങനെ ദ്രോഹിക്കരുത്. ഞാൻ അവരെ എന്ത് ദ്രോഹിച്ചെന്നാ? നീ ദ്രോഹിച്ചെന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ വിശ്വനാഥൻ ഈ ചെയ്യുന്നത് ദൈവത്തിന് നിരക്കാത്ത പ്രവൃത്തിയാ. ഉപകാരം ചെയ്തില്ലെങ്കിലും ഉപദ്രവിക്കരുത്. എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ ആ വസ്തുക്കച്ചവടം ഉറപ്പിച്ചതെന്ന് അറിയോ? ഒറ്റ നിമിഷം കൊണ്ട് നിന്റെ ചേട്ടൻ അത് ഇല്ലാതാക്കി. ഏയ്, ഏട്ടൻ അങ്ങനൊന്നും ചെയ്യില്ല. അതുകൊണ്ട് ഏട്ടൻ എന്താ ലാഭം? അന്നാ വസ്തു വാങ്ങാൻ നന്ദിതയുടെ അമ്മ വന്ന് ഏട്ടനോട് പറഞ്ഞപ്പോ ഏട്ടൻ അത് വേണ്ടെന്ന് പറഞ്ഞത് ഞാൻ കേട്ടല്ലേ? നീ കേട്ടതൊന്നും അല്ല മോനെ സത്യം. ഈ കച്ചവടം മുഴുവൻ മുടക്കിയത് നിന്റെ ചേട്ടൻ വിശ്വനാഥൻ ഒറ്റ ഒരുത്തനാ. ഇതിനിടയ്ക്ക് ഉണ്ണിത്താൻ എന്ന് പറയുന്ന ഒരു പുത്തൻ പണക്കാരന്റെ കയ്യിൽ നിന്ന് ഞാൻ 10 ലക്ഷം രൂപ അഡ്വാൻസ് വരെ വാങ്ങിച്ചു കൊടുത്തു. ആ കച്ചവടവും നിന്റെ ചേട്ടൻ പാര വെച്ച് ഇല്ലാതാക്കി. ആ ഉണ്ണിത്താൻ എന്റെ മുഖത്ത് നോക്കി പറഞ്ഞു, ആ വിശ്വനാഥൻ മുതലാളി പറഞ്ഞുകൊണ്ട് ആ വസ്തു വാങ്ങാൻ അയാളെ കൊണ്ട് പറ്റില്ലെന്ന്. ഏട്ടൻ ഇങ്ങനെ ഓരോന്ന് കാണിക്കുന്നതിന് ഞാനെന്ത് ചെയ്യാനാ? കച്ചവടം മുടങ്ങിയത് മാത്രമല്ല ഇപ്പൊ അവര് നേരിടുന്ന പ്രശ്നം. ഉണ്ണിത്താന്റെ കയ്യിൽ നിന്ന് ഞാൻ വാങ്ങിച്ചു കൊടുത്ത 10 ലക്ഷം രൂപയാ നന്ദിത നിനക്കെടുത്തു തന്നത്. ആ ഉണ്ണിത്താൻ എന്റെ മുഖത്ത് നോക്കി പറഞ്ഞു, ആ വിശ്വനാഥൻ മുതലാളി പറഞ്ഞുകൊണ്ട് ആ വസ്തു വാങ്ങാൻ അയാളെ കൊണ്ട് പറ്റില്ലെന്ന്. ഏട്ടൻ ഇങ്ങനെ ഓരോന്ന് കാണിക്കുന്നതിന് ഞാനെന്ത് ചെയ്യാനാ? കച്ചവടം മുടങ്ങിയത് മാത്രമല്ല ഇപ്പൊ അവര് നേരിടുന്ന പ്രശ്നം. ഉണ്ണിത്താന്റെ കയ്യിൽ നിന്ന് ഞാൻ വാങ്ങിച്ചു കൊടുത്ത 10 ലക്ഷം രൂപയാ നന്ദിത നിനക്കെടുത്തു തന്നത്. ആ തുക ഇപ്പൊ ഉടനെ തിരിച്ചു കിട്ടണമെന്നാണ് ഉണ്ണിത്താൻ പറയുന്നത്. അല്ല, നന്ദിത ഒരു വാശിപ്പുറത്ത് ചെയ്താണെന്ന് എനിക്ക് മനസ്സിലായി. അല്ല, അവളെ ഇനി കുറ്റം പറയാൻ പറ്റില്ല. അത്രയ്ക്ക് ക്രൂരമായിട്ടല്ലേ ഇക്കാര്യത്തില് നിങ്ങൾ അവളെ ദ്രോഹിച്ചത്. ആത്മാഭിമാനമുള്ള ഏത് പെണ്ണാണെങ്കിലും ഇങ്ങനെ തന്നെ ചെയ്യും. കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. പിന്നെ ചന്ദ്രൻ എത്രയും പെട്ടെന്ന് ആ പണം അവർക്ക് തിരിച്ചു കൊടുക്കണം. ഈ നൂലാമാലയിൽ നിന്ന് രക്ഷപ്പെടാൻ അതല്ലാതെ വേറെ മാർഗമില്ല. ആ പണം ഞാൻ ഏട്ടനെ ഏൽപ്പിച്ചു. ഇനി തിരിച്ചു ചോദിക്കാന്ന് പറഞ്ഞാ അറിയാലോ ഏട്ടന്റെ സ്വഭാവം. എന്നുവെച്ചാ നിന്റെ ഭാര്യയും അവളുടെ അമ്മയും അന്യാധീനപ്പെട്ടു പൊട്ടുന്നു. നാളെ കടക്കാരുടെ ഭീഷണി സഹിക്കവയ്യാതെ വരുമ്പോ അവർ ആത്മഹത്യ ചെയ്തോട്ടെന്നാണോ? അതെ, നീ എന്റെ മുമ്പിൽ കരഞ്ഞു കാണിച്ചിട്ട് ഒരു കാര്യമില്ല. എന്തെങ്കിലും ചെയ്ത് നിനക്ക് അവരെ സഹായിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഇപ്പൊ ചെയ്യും. വല്ലതും സംഭവിച്ചു പോയിട്ട് പിന്നെ ഇതുപോലെ ഒന്ന് മോങ്ങിയിട്ട് കാര്യമുണ്ടോ? ഞാൻ എന്തുവാണെന്ന് പറയുന്നേ? ഏതായാലും ഈ ചുരുങ്ങിയ സമയം കൊണ്ട് 10 ലക്ഷം രൂപ ഉണ്ടാക്കാൻ നിന്നെ കൊണ്ട് കഴിയില്ലല്ലോ. കഴിയോ? അപ്പൊ പിന്നെ ഏട്ടനെ ഏൽപ്പിച്ച ആ പണം എങ്ങനെയെങ്കിലും തിരിച്ചു വാങ്ങിയ അവർക്ക് കൊടുക്കണം. ഞാൻ ചോദിച്ച ഏട്ടൻ തരുമെന്ന് തോന്നുന്നില്ല. എന്നാ പിന്നെ നിന്റെ കൊച്ചിന്റെ അമ്മയുടെ ശവശരീരം കാണാൻ നീ കാത്തിരുന്നോ? അതെ, പിന്നെ ആ പാവം പെണ്ണിന് വല്ലതും സംഭവിച്ചോ ഈ ജന്മമല്ല, വരുന്ന 7 ജന്മവും നിനക്ക് മോക്ഷം കിട്ടൂല. പറയാനുള്ളത് ഞാൻ പറഞ്ഞു. ഇനിയൊക്കെ നിന്റെ ഇഷ്ടം. അല്ല പിന്നെ നിന്റെ കൊച്ചിന്റെ അമ്മയുടെ ശവശരീരം കാണാൻ നീ കാത്തിരുന്നോ? നാളെ കടക്കാരുടെ ഭീഷണി സഹിക്കവയ്യാതെ വരുമ്പോ അവരെ ആത്മഹത്യ ചെയ്തോട്ടെന്നാണോ? എവിടെ നോക്കിയാ കൊച്ചു നടക്കുന്നേ?